അദ്വൈതാനുഭൂതി എന്ന ശ്രീ ശങ്കര ഭഗവത് പാദർ രചിച്ച കൃതിക്ക് പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാർ എഴുതിയ വ്യാഖ്യാനത്തിൻ്റെ ഓഡിയോ ബുക്ക് നമുക്ക് തുടർന്ന് കേൾക്കാം. 41-ാം ശ്ലോകം. ബോധത്തിനുണ്ടെന്ന് തോന്നുന്ന വികാരിത്വം വിഷയബന്ധം കൊണ്ടുണ്ടാകുന്ന താൽക്കാലിക ഭ്രമമാണെന്ന് ഇനി ദൃഷ്ടാന്തം കൊണ്ട് സമർത്ഥിക്കാൻ ഒരുമ്പെടുകയാണ്. ഉപാധിനീലരക്താദ്യൈഃ സ്ഫടികോ നൈവ ലിപ്യത്തെ തഥാത്മാ കോശജൈഃ സർവൈഃ കാമാദ്യൈർനൈവ ലിപ്യത്തെ. ഉപാധിനീലരക്താദ്യൈഃ പുറമേ നിന്നുള്ള പദാർത്ഥങ്ങളുടെ നീലം, ചുവപ്പ് തുടങ്ങിയ നിറങ്ങൾ കൊണ്ട് സ്ഫടികം കണ്ണാടി ന ലിപ്യതേ ഏവ കളങ്കപ്പെടുന്നതേയില്ല. തഥാ അതുപോലെ കോശജൈഃ കാമാദ്യൈഃ സർവൈഃ മനോമയം, വിജ്ഞാനമയം തുടങ്ങിയ കോശങ്ങളിലുള്ള കാമാദി ദോഷങ്ങൾ കൊണ്ടൊന്നും ആത്മാ ന ഏവ ലിപ്യതേ ആത്മാവ് കളങ്കപ്പെടുന്നില്ല തന്നെ. പുറമേ നിന്നുള്ള പദാർത്ഥങ്ങളുടെ നീലം, ചുവപ്പ് തുടങ്ങിയ നിറങ്ങൾ കൊണ്ട് കണ്ണാടി കളങ്കപ്പെടുന്നതേയില്ല. അതുപോലെ വിജ്ഞാനമയം, മനോമയം തുടങ്ങിയ കോശങ്ങളിലുള്ള കാമാദി ദോഷങ്ങൾ കൊണ്ടൊന്നും ആത്മാവ് കളങ്കപ്പെടുന്നില്ല തന്നെ. കാമാദ്യൈർനൈവ ലിപ്യത്തെ. ബോധരൂപനായ ആത്മാവ് കാമാദി ദോഷങ്ങൾ കൊണ്ടൊന്നും കളങ്കപ്പെടുന്നില്ല. കാമാദി ദോഷങ്ങൾ പഞ്ചകോശങ്ങൾ കൂടിച്ചേർന്ന ദേഹത്തിൻ്റെ ഭാഗങ്ങളാണ്. ജരാനര തുടങ്ങിയ വികാരങ്ങൾ അന്നമയ കോശമായ തടിച്ച ദേഹത്തിൻ്റെ ഭാഗങ്ങളാണ്. ചഞ്ചലത്വമെന്ന വികാരം പ്രാണമയ കോശത്തിൻ്റെ ഭാഗമാണ്. കാമക്രോധ ലോഭാദി വികാരങ്ങൾ മനോമയ കോശത്തിൻ്റെയും വിജ്ഞാനമയ കോശത്തിൻ്റെയും ഭാഗങ്ങളാണ്. അജ്ഞാനം ആനന്ദമയ കോശത്തിൻ്റെ ഭാഗമാണ്. ഇവയോട് ബന്ധമുണ്ടാകുമ്പോൾ ഇവയൊക്കെ ബോധരൂപനായ ആത്മാവിൻ്റെ വികാരങ്ങളാണെന്ന് തോന്നാൻ ഇടവരുന്നു. ഏതുപോലെ ഒരു കണ്ണാടിയുടെ മുൻപിൽ വിവിധ നിറങ്ങളിലുള്ള പൂക്കൾ വച്ചിരിക്കുന്നു എന്ന് കരുതുക. പൂക്കളുടേതായ നീലം, ചുവപ്പ് തുടങ്ങിയ നിറങ്ങൾ കണ്ണാടിയിൽ പ്രതിഫലിക്കുമ്പോൾ അവയൊക്കെ കണ്ണാടിയുടെ നിറങ്ങളാണെന്ന് തോന്നാൻ ഇടവരുന്നു. വാസ്തവത്തിൽ ആ നിറങ്ങളൊന്നും കണ്ണാടിയെ അല്പം പോലും കളങ്കപ്പെടുത്തുന്നില്ല എന്നുള്ളതല്ലേ സത്യം? പൂക്കൾ മുൻപിൽ നിന്ന് മാറ്റി നോക്കിയാൽ ഇക്കാര്യം അത്യന്തം സ്പഷ്ടമാവുകയും ചെയ്യും. ഇതുപോലെ നിത്യമുക്ത ശുദ്ധമായ ആത്മാവിനെ പുറത്തുനിന്നുള്ള ജഡവിഷയങ്ങളുടെ വികാരങ്ങളൊന്നും ഒരിക്കലും ബാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇതുപോലെ നിശ്ചലമായ ആത്മാവിൽ ചലനമുണ്ടെന്ന് തോന്നുന്നതും ഉപാധിബന്ധം കൊണ്ടുണ്ടാകുന്ന ഭ്രമമാണെന്നറിയേണ്ടതാണ്. 42-ാം ശ്ലോകം. ഫാലേന ഭ്രാമ്യമാണേന ഭ്രമതീവ യഥാ മഹീ അഗോപ്യാത്മാ വിമൂഢേന ചലതീവ പ്രദൃശ്യതേ. ഭ്രാമ്യമാണേന ഫാലേന സ്വന്തം തല കറങ്ങുമ്പോൾ എപ്രകാരമാണോ മഹീഭ്രമതി ഇവ ഭൂമി തന്നെ കറങ്ങുന്നത് പോലെ തോന്നാനിടവരുന്നത് അഗഹ അപി ആത്മാ അതുപോലെ നിശ്ചലമാണെങ്കിലും ബോധരൂപനായ ആത്മാവ് വിമൂഢേന അജ്ഞനാൽ ചലതീവ ചലിക്കുന്നത് പോലെ പ്രദൃശ്യതയെ കാണപ്പെടുന്നു. സ്വന്തം തല കറങ്ങുമ്പോൾ എപ്രകാരമാണോ ഭൂമി തന്നെ കറങ്ങുന്നത് പോലെ തോന്നാനിടവരുന്നത് അതുപോലെ നിശ്ചലമാണെങ്കിലും ബോധരൂപനായ ആത്മാവ് അജ്ഞനാൽ ചലിക്കുന്നത് പോലെ കാണപ്പെടുന്നു. ചലതീവ പ്രദൃശ്യതേ ആത്മാവ് ചലിക്കുന്നത് പോലെ കാണുവാൻ ഇടവരുന്നു. ആർക്ക്? അജ്ഞന്. ബോധം പ്രപഞ്ചത്തിൻ്റെ പരമകാരണമാണ്. പരമകാരണത്തിന് ചലനം തുടങ്ങിയ വികാരമൊന്നും വരികയേ സാധ്യമല്ല. അതുകൊണ്ട് അഖണ്ഡ നിശ്ചല ബോധമാണ് ആത്മാവ്. അപ്പോൾ ജീവാത്മാവിൽ ചലനം തോന്നുന്നതോ? നടക്കുന്നു, ജനിക്കുന്നു, മരിക്കുന്നു എന്നൊക്കെ തോന്നുന്നതോ? ആത്മാവിനെ വിചാരം ചെയ്തറിയാത്ത മൂഢൻ ജഡദേഹത്തിൻ്റെയും മനസ്സിൻ്റെയും മറ്റും ചലനങ്ങൾ ആത്മാവിൽ ആരോപിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ തോന്നാൻ ഇടവരുന്നത്. ഏതുപോലെ ഒരാൾ സ്വന്തം തല കറങ്ങുമ്പോൾ ആ കറക്കം ഭൂമിയിൽ ആരോപിച്ചിട്ട് ഭൂമി മുഴുവൻ കറങ്ങുന്നതായി അനുഭവിക്കാൻ ഇടവരുന്നത് പോലെ ഒരു സത്യാന്വേഷി
ആത്മാവിൻ്റെ നിശ്ചലതയും അഖണ്ഡതയും വിചാരം ചെയ്ത് അറിയേണ്ടതാണ്. ആത്മാവിനെ വിചാരം ചെയ്തറിയാതെ ജഡദേഹം താനാണെന്ന് അഭിമാനിക്കുന്നിടത്തോളം ജനന മരണാദി ചലനങ്ങൾ ഉണ്ടെന്ന് തോന്നാൻ ഇടവരുന്നു. ദേഹത്രയമിതം നിത്യം ആത്മത്വേനാഭിമന്യത്തെ യാവത്താവദയം മൂഢഃ നാനായോനിഷു ജായത്തെ. 43-ാം പദ്യം. ഇതം ദേഹത്രയം, ഈ 3 ദേഹത്തെയും നിത്യം സദാ ആത്മത്വേന അഭിമന്യത്തെ, ആത്മാവാണെന്ന് അഭിമാനിക്കുന്നു. യാവത്, എത്ര കാലം ഈ അഭിമാനം തുടരുമോ താവത്, അത്ര കാലം മൂഢ അജ്ഞൻ നാനായോനിഷു ജായതേ, പല ജന്മങ്ങളിൽ ജനിക്കുന്നതായി ഭ്രമിക്കാൻ ഇടവരുന്നു. ഈ 3 ദേഹത്തെയും സദാ ആത്മാവാണെന്ന് അഭിമാനിക്കുന്നു. എത്ര കാലം ഈ അഭിമാനം തുടരുമോ അത്ര കാലം അജ്ഞൻ പല ജന്മങ്ങളിൽ ജനിക്കുന്നതായി ഭ്രമിക്കാൻ ഇടവരുന്നു. നാനായോനിഷു ജായതേ, പല ജന്മങ്ങൾ ജനിക്കുന്നതായി ഭ്രമിക്കാൻ ഇടവരുന്നു. ആര്? മൂഢൻ. ബോധജഡങ്ങളെ വേർതിരിച്ചറിയാതെ ജഡദേഹങ്ങൾ ഞാനാണെന്ന് തെറ്റിദ്ധരിക്കുന്നു അജ്ഞൻ. കാരണദേഹം, സൂക്ഷ്മദേഹം, സ്ഥൂലദേഹം എന്നിങ്ങനെ 3 ദേഹങ്ങളാണ് ആത്മാവിന് സംഭവിക്കുന്നവ. ഉറക്കത്തിൽ അനുഭവപ്പെടുന്ന ഇരുട്ടാണ് കാരണദേഹം, അന്തഃക്കരണമാണ് സൂക്ഷ്മദേഹം, മാംസാസ്ഥിമയ ദേഹമാണ് സ്ഥൂലദേഹം. ഇവ 3 ജഡങ്ങളാണ്. ജനിക്കുക, ജീർണിക്കുക, മരിക്കുക ഇവയൊക്കെ ജഡവികാരങ്ങളാണ്. ബോധം താൻ ജഡമാണെന്ന് അഭിമാനിക്കുന്നിടത്തോളം ഈ ജഡവികാരങ്ങൾ ആത്മാവിന് സംഭവിക്കുന്നതായി തോന്നാൻ ഇടവരുന്നു. ഇതിനൊറ്റ പോംവഴിയേയുള്ളൂ. ഞാൻ ജഡമല്ല, നിത്യമുക്തമായ ബോധമാണ് എന്ന് വിചാരം ചെയ്തറിയുക മാത്രം. ഒരേ ജന്മത്തിൽ തന്നെ മാറി വരുന്ന ദേഹങ്ങളിൽ അനുഭവങ്ങളും മാറി വരുന്നതായി കാണുന്നു. അതുകൊണ്ട് മാറ്റങ്ങളെല്ലാം ദേഹങ്ങളുടേതാണെന്ന് തീരുമാനിക്കാമല്ലോ. നിദ്ര. 44-ാം പദ്യം. നിദ്രാദേഹജ ദുഃഖാദി ജാഗ്രദ്ദേഹം ന സംസ്പൃശേത്. ജാഗ്രദ്ദേഹജ ദുഃഖാദി തദാത്മാനം ന സംസ്പൃശേത്. നിദ്രാദേഹജ ദുഃഖാദി, ഉറക്കത്തിൽ അനുഭവപ്പെടുന്ന സ്വപ്നദേഹത്തിലെ ദുഃഖവും സുഖവും ഒന്നും ജാഗ്രദ്ദേഹം ന സംസ്പൃശേത്, ഉണർന്നിരിക്കുമ്പോഴുള്ള ദേഹത്തെ ബാധിക്കുന്നതേയില്ല. തഥാ, അതുപോലെ ജാഗ്രദ്ദേഹജ ദുഃഖാദി, ഉണർന്നിരിക്കുമ്പോഴുള്ള ദേഹത്തിലെ സുഖവും ദുഃഖവുമൊന്നും ആത്മാനം ന സംസ്പൃശേത്, ആത്മാവിനെ സ്പർശിക്കുന്നതേയില്ല. ഉറക്കത്തിൽ അനുഭവപ്പെടുന്ന സ്വപ്നദേഹത്തിലെ ദുഃഖവും സുഖവും ഒന്നും ഉണർന്നിരിക്കുമ്പോഴുള്ള ദേഹത്തെ ബാധിക്കുന്നതേയില്ല. അതുപോലെ ഉണർന്നിരിക്കുമ്പോഴുള്ള ദേഹത്തിലെ സുഖവും ദുഃഖവും ഒന്നും ആത്മാവിനെ സ്പർശിക്കുന്നതേയില്ല. ആത്മാനം ന സംസ്പൃശേത്, ആത്മാവിനെ സ്പർശിക്കുകയേയില്ല. എന്ത്? ദേഹത്തിന് അനുഭവപ്പെടുന്ന സുഖവും ദുഃഖവും ഒന്നും. എങ്ങനെ അറിയാം? ഉണർവിലും സ്വപ്നത്തിലും ദേഹങ്ങൾ മാറി മാറി വരുന്നു. രണ്ടിടത്തും സുഖദുഃഖ അനുഭവങ്ങൾ ഭിന്നങ്ങളാണെന്നും കാണുന്നു. രണ്ടിടത്തും ആത്മാവ് ഒന്നാണ്. ഞാൻ ഉണർന്നിരിക്കുന്നു, സുഖിച്ചു. ഞാൻ സ്വപ്നം കണ്ടു, സുഖിച്ചു. രണ്ടിടത്തും ഞാൻ ഒന്നു തന്നെയാണ് എന്നാണല്ലോ എല്ലാവരുടെയും അനുഭവം. ആത്മാവിനാണ് സുഖദുഃഖങ്ങൾ എല്ലാമെങ്കിൽ രണ്ടിടത്തും ഒരേ തരത്തിലുള്ള സുഖദുഃഖങ്ങൾ അനുഭവപ്പെടുമായിരുന്നു. എന്തുകൊണ്ട്? ആത്മാവ് ഒന്നായതുകൊണ്ട്. രണ്ടിടത്തും സുഖദുഃഖങ്ങൾ മാറി മാറി വരുന്നത് കൊണ്ട് തന്നെ സുഖദുഃഖ അനുഭവങ്ങൾക്കു കാരണം ദേഹങ്ങളാണെന്ന നിശ്ചയം. അതുകൊണ്ട് ഉണർന്നിരിക്കുമ്പോഴും സുഖദുഃഖാനുഭവങ്ങൾക്ക് ഹേതു ജഡദേഹവുമായുള്ള ബന്ധമാണെന്ന് അറിയേണ്ടതാണ്. ആത്മാവ് സ്വതേ ആനന്ദസ്വരൂപമാണ്. ജഡബന്ധമകറ്റി നോക്കിയാൽ ആർക്കും ഇത് അനുഭവപ്പെടുന്നതാണ്. ഇനിയും ഉണർന്നിരിക്കുമ്പോഴുള്ള ദേഹം ഉള്ളതാണ്, സ്വപ്നദേഹം ഭ്രമമാണ് എന്ന് കരുതാൻ പറ്റുമോ? 45-ാം ശ്ലോകം. ജാഗ്രദ്ദേഹവദാഭാതി നിദ്രാദേഹസ്തു നിദ്രയാ നിദ്രാദേഹവിനാശേന ജാഗ്രദ്ദേഹോ നശ്യതി. നിദ്രയാ, ഉറക്കമെന്ന മറവി നിമിത്തം. നിദ്രാദേഹാതു, സ്വപ്നദേഹമാകട്ടെ ജാഗ്രദ്ദേഹവത് ആഭാതി, ഉണർന്നിരിക്കുമ്പോഴുള്ള ദേഹത്തെപ്പോലെ തന്നെ അനുഭവപ്പെടുന്നു.
നിദ്രാദേഹ വിനാശേന, നിദ്രാദേഹം ഇല്ലാതാകുന്നതോടെ, അതുപോലെ ദേഹ ഉണരുമ്പോഴുള്ള ദേഹം നശ്യതി, നശിക്കുന്നില്ല. ഉറക്കമെന്ന മറവി നിമിത്തം സ്വപ്നദേഹമാകട്ടെ ഉണർന്നിരിക്കുമ്പോഴുള്ള ദേഹത്തെപ്പോലെ തന്നെ അനുഭവപ്പെടുന്നു. നിദ്രാദേഹം ഇല്ലാതാകുന്നതോടെ ഉണരുമ്പോഴുള്ള ദേഹം നശിക്കുന്നില്ല. ഒരിക്കൽ കൂടി വായിക്കാം. ഉറക്കമെന്ന മറവി നിമിത്തം സ്വപ്നദേഹമാകട്ടെ ഉണർന്നിരിക്കുമ്പോഴുള്ള ദേഹത്തെപ്പോലെ തന്നെ അനുഭവപ്പെടുന്നു. നിദ്രാദേഹം ഇല്ലാതാകുന്നതോടെ ഉണരുമ്പോഴുള്ള ദേഹം നശിക്കുന്നില്ല. ജാഗ്രദ്ദേഹോന നശ്യതി, ഉണർവ് വിട്ട് ഉറക്കം ആരംഭിക്കുന്നതോടുകൂടി സ്വപ്നദേഹം രൂപം കൊള്ളുന്നു. സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വപ്നദേഹം ഉണർന്നിരിക്കുമ്പോഴുള്ള ദേഹമെന്ന പോലെ സത്യമായി തന്നെ അനുഭവപ്പെടുകയും ചെയ്യുന്നു. ഇവിടെ ഉണർന്നിരിക്കുമ്പോഴുള്ള ദേഹം വിട്ടിട്ട് സ്വപ്നദേഹം കൈക്കൊണ്ടപ്പോൾ ആത്മാവില്ലാതായില്ല. ഇനിയും സ്വപ്നദേഹം കൈവിട്ട് ഉണരുമ്പോൾ ആത്മാവ് വീണ്ടും ഉണർവിലെ ദേഹം കൈക്കൊള്ളുന്നു. ഇതെന്താണ് തെളിയിക്കുന്നത്? ദേഹനാശമൊന്നും ആത്മാവിന് ഒരു കേടും വരുത്തുന്നില്ല എന്നാണ് തെളിയിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഉണർന്നിരിക്കുമ്പോഴുള്ള ദേഹം നശിച്ചാലും ആത്മാവ് നശിക്കുന്നില്ല എന്നറിയേണ്ടതാണ്. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.